ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇന്ന് നമ്മുടെ വിഷയം അബൂ തമാം അബ്ബാസി കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട കവി ഹബീബ് ബിൻ ഔസ് ബിൻ ഹാരിസ് തോഇ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഉലിദ ഫി ജാസിം, ജാസിം എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. മംബജിൽ, ഫി ഹൗറാൻ, ഹൗറാനിലെ മംബജ് ജാസിം എന്ന സ്ഥലത്താണ് ജനിച്ചത്. സിറിയയുടെ ജുനൂബ് ഭാഗത്തുള്ള ഒരു സ്ഥലമാണ് ഇത്. ഉമ്മയും ഉപ്പയും ആദ്യം ക്രിസ്ത്യാനിയായിരുന്നു, പിന്നീട് അസ്ലമ, രണ്ടുപേരും മുസ്ലിമായതാണ്. ഇൻതഖല അബൂഹു ഇലാ ദിമഷ്ക്, ഉപ്പ ഡമഷ്കസിലേക്ക് പോയി. വഹുവ യഹ്തരിഫു, അവരെ ഒരു ജോലി ചെയ്യാൻ വേണ്ടി പോയതാണ്. കൂടെ ഉപ്പയുടെ ഖിദ്മത്തിന് വേണ്ടി അബൂ തമാമും കൂടെ പോകും. ഫകാന യസ്കി മാഅൻ ബിജാമി അംർ ബിനുൽ ആസ്, അംർ ബിനുൽ ആസ് എന്നിവരുടെ ജാമിയയിൽ, ആ പള്ളിയിൽ അവർ വെള്ളം എത്തിച്ചു കൊടുക്കുന്ന ജോലിയായിരുന്നു അവർക്ക്. കാന അബൂഹു നസ്രാനി, അദ്ദേഹത്തിന് ഉപ്പ ആദ്യം നസ്രാനിയായിരുന്നു. അദ്ദേഹത്തിനൊരു റൂമിയായ ഒരടിമ ഉണ്ടായിരുന്നു. അബൂ തമാം റാസു തബക്കത്തു സാനിയ മിനൽ മുവല്ലിദീൻ, മുവല്ലിദീങ്ങളുടെ രണ്ടാം തബക്കയിലെ ലീഡർഷിപ്പുള്ള ആളാണ്, ലീഡറാണ്, അതിൻ്റെ ഹെഡാണ്. കാന മിൻ അഷ്ഹുരി ശുഅറാഇ ഹത്താ ലം യസ്തതി അഹദൻ മിൻ ശുഅറാഇ അൻ യക്തസിബ ദിർഹമൻ ഫി ഹയാത്തിഹി, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരാൾക്കും ഒരു സാഹിത്യം കൊണ്ട്, കവിത കൊണ്ട് മറ്റൊരാൾക്കും ഒരു സമ്പത്തും നേടാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിനേക്കാൾ മികവുള്ള ഒരാൾ ആ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു. ഇൽത്തഖ ഷാഇർ, ഇദ്ദേഹം ദീഖുൽ ജിന്ന എന്ന് പറയുന്ന വലിയൊരു കവിയെ ഇദ്ദേഹം കണ്ടുമുട്ടിയതായിട്ട് ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, മിസ്റിലേക്ക് പോയി അവിടുന്ന് മുഅത്തസിം എന്നവരെ കണ്ടുമുട്ടി അവരുടെ പ്രത്യേക കൊട്ടാര കവിയായി മാറി എന്നുള്ളത് വളരെ പ്രത്യേകമാണ്. വീണ്ടും അഹ്മദ് ബിൻ മുഅത്തസിമിനെ കാണുന്നു, അവർ മദ്ഹ് പറയുന്നു. അവർക്ക് ഒരു ബദീദുൽ മൂസിൽ അദ്ദേഹത്തിനക്ക് നൽകുകയാണ്. 2 വർഷം അദ്ദേഹത്തെ 2 വർഷം ഏൽപ്പിച്ചു. അസ്മിറുല്ലൗൻ, നല്ല നീളമുള്ള ഒരു അദ്ദേഹത്തിൻ്റെ അസ്മറുല്ലൗനായിട്ടുള്ള ഒരു ചുവപ്പ്, അതങ്ങനത്തെ ഒരു നല്ല ഗ്ലാമറുള്ള, അങ്ങനത്തെ ഒരു നിറമുള്ള നല്ല നീളമുള്ള ഒരു പ്രകൃതിക്കാരനായിരുന്നു, ഗാംഭീര്യമുള്ള ഒരാളായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനൊരു വിക്കിൻ്റെ അദ്ദേഹത്തെ പറയുന്നുണ്ട്, ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം ഒരു വിക്കുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന് കൂടെ കവിത പാടാൻ വേണ്ടി കൂടെ ഒരു ഉലാമിനൊരു അടിമയെ കൂടാറുണ്ടായിരുന്നു എന്ന് കാണാം. ഇനി കാന യഹ്ഫദ് 14,000 14,000-ഓളം അറബിക് കവിതകൾ അത് മൊത്തം മനഃപ്പാടമാക്കിയിട്ടുണ്ട്. ഹിഫ്ളുള്ള ആളാണ്, നല്ല മെമ്മറി പവറുള്ള, കൂർമ്മ ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മദ്ഹബ്, അദ്ദേഹത്തിൻ്റെ കവിതയുടെ മദ്ഹബിൽ അദ്ദേഹം ബുദ്ധിപരമായിട്ടുള്ള, ആലങ്കാരികപരമായിട്ടുള്ള, വിജ്ദാനിയായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡമഷ്കസിൽ അദ്ദേഹത്തിനൊപ്പ തയ്യൽ ഒരു ഡ്രസ്സ് തുന്നുന്ന ഒരു വസ്ത്രത്തിൻ്റെ ജോലി ഇദ്ദേഹത്തിൻ്റെ ഒപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉപ്പയെ തുടക്കത്തിൽ ഇദ്ദേഹം സഹായിക്കുകയും പിന്നീട് ഇദ്ദേഹം ഹിംസിലേക്ക് പോയി. അവിടുന്നാണ് പിന്നീട് കവിത മേഖലയിലേക്ക് അബൂ തമാം വരുന്നത്. ലാ യുജയ്യിദു ഫിൽ ഹജായ്, ഹജായിൽ അബൂ തമാം അറിയപ്പെട്ടിട്ടില്ല.
പിന്നെ മദ്ഹിലാണ് അബൂ തമാം അറിയപ്പെട്ടത്. ഒരു പോയിന്റാണ്. സൂലി എന്നവർ അഖ്ബാർ അബി തമാം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ഇന്നോക്കാൻ അജസ്റ്റു സൗത്ത്, നല്ല ശബ്ദത്തിൻ്റെ ഉടമയായിരുന്നു. ഖുലഫാക്കളുടെയൊക്കെ ഇടയിൽ, രാജാക്കന്മാർക്കിടയിലൊക്കെ നല്ല നല്ല ശൈലിയുള്ള ആളായിരുന്നു. പിന്നെ അക്സർ ഷെരീഫിൽ മദഹി നേരത്തെ പറഞ്ഞു. മിസ്റിൽ അദ്ദേഹം മദ്ഹ് പാടി ഇയാഷുബിനു ലുഅയ്യ. ഷാമിൽ അദ്ദേഹം അബുൽ മൊയ്സിൽ മൂസ റാഫി എന്നിവർക്കും മദ്ഹ് പാടിയിട്ടുണ്ട്. പിന്നീട് ഇത്രയാണ് ഇവരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഇത്രയും നമ്മൾ പഠിച്ചിരിക്കണം. ഏകദേശം എല്ലാ പോയിന്റും ഇതിൽ കണ്ട്. ഇനി അദ്ദേഹത്തിന് മുഅല്ലഫാത്തുകൾ കൂടി പരിചയപ്പെടാം. ഫുഹൂലു ശുഅറ, ദീവാനുൽ ഹമാസ 10 ബാബ് അദ്ദേഹത്തിന് കണ്ട്. അത് നോട്ട് ചെയ്യണം. അബൂ തമാമിനിക്ക് ഹമാസ്, ദീവാനുൽ ഹമാസ എത്ര ബാബുണ്ട്? 10 ബാബുണ്ട്. പിന്നെ അത് മുഖ്താർ അഷ്ആറുൽ ഖബായിൽ നോട്ട് ചെയ്യണം. നഖായിൽ ജരീർ വൽ അഖ്തൽ, ഇതൊക്കെ അബൂ തമാമിൻ്റെ ഗ്രന്ഥങ്ങളാകുന്നു. അബൂ തമാമിൻ്റെ ദീവാനു ഹമാസക്ക് ഷർഹു തിബ്രീസി എന്നവർ ഷർഹ് എഴുതിയിട്ടുണ്ട്. ഖാല അബൂ യൂസുഫിൽ ഖിന്ദി അബൂ തമാം ലമ്മ മദൽ ഖലിഫൽ അമീറു ഫോക്ക മിൻ വസഫ്ത എന്ന് അബൂ തമാമിനോട് നിങ്ങൾ പറഞ്ഞ വിശേഷണങ്ങളെക്കാൾ മേലെയാണ് അമീർ എന്ന് അബൂ യൂസുഫിൽ ഖിന്ദി പറയുന്നുണ്ട്. മുപ്പത് തമ്മിലൊരു ചെറിയ വിഷയമുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇദ്ദേഹം മോസിലിലാണ് വഫാത്താകുന്നത് 845. അബൂ തമാം മുത്തനബി, ഹക്കീമാനി, ഷായർ ബുഹ്തുരി എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അബുൽ അലാ അൽ മഅരിയാണ് ഇത് പറഞ്ഞത് എന്ന് വേറെ സ്ഥലത്ത് കാണാൻ പറ്റും. ഓക്കെ, ഇത് കാന അവ്വലുമൻ അക്സറ ബിൽ ഇസ്തിദ്ലാലിൽ കിനായത്തിൽ ഹഫിയായ കിനായത്തുകളെ കൊണ്ട് കൂടുതൽ തെളിവ് പിടിച്ചവരിൽപ്പെട്ട ആളാണ് ഇദ്ദേഹം. ഓക്കെ, കിനായത്ത് ഒക്കെ നമ്മൾ അടുത്ത ബലാഅയുടെ വിഷയത്തിൽ നമ്മൾ വിശദമായി ചർച്ച ചെയ്യും. പിന്നെ ഇദ്ദേഹം തഖ്ലീദ് ചെയ്ത്, ഇദ്ദേഹം മുത്തനബിയും അബുൽ അലാ മഅരിയൊക്കെ കൂടുതൽ ഫോളോ ചെയ്തത് അബൂ തമാമിനെയാണ്. ഏറ്റവും നല്ല ജവാഹിറുൽ അൽഫാദുകൾ അദ്ദേഹത്തിൻ്റെ കവിതയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒക്കെ ഇത്രയുമാണ് മുഹമ്മദ് ബിൻ ഹമീദിനെ റസാ പാടി അലാ ഫൽ യജുൽ ഖുത്ബ വൽ യഫ്ദഹിൽ അംറു എന്ന് തുടങ്ങിയത്. പിന്നെ ആനി പറയുന്നുണ്ട്, ഇദ്ദേഹം കൂടുതൽ കവിതകൾ അബൂ സലമ, സുഹൈറിൻ്റെ മക്കളായ അബൂ സലമയുടെ കവിതകളിൽ നിന്ന് കട്ടതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് ഇദ്ദേഹത്തിനെ പറ്റിയുള്ള ഷോർട്ടായിട്ടുള്ള വിവരണം. ഇൻഷാ അല്ലാഹ് കൂടുതൽ നിങ്ങൾ കണ്ടെത്തി നിങ്ങൾ ഗ്രൂപ്പിൽ അയക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ശുക്രൻ ലിസ്തിമാഇക്കും.